നമുക്കൊന്ന് അലക്കാൻ പഠിച്ചാലോ? ഓക്കെ, അപ്പൊ ഈ അലക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? തുണിയൊക്കെ നനച്ചിടും. അതെ, തുണി നനച്ചിടുന്നതിന് നമ്മൾ എന്താ പറയാ? സോക്കിംഗ്. സോക്കിംഗ് എന്ന് പറയാം. അപ്പൊ തുണിയൊക്കെ നനച്ചിടുന്നതിന് നമ്മൾ പറയുന്നത് സോക്കിംഗ് എന്നാണ്. അപ്പൊ ഈ നനച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നന്നായിട്ട് ഉരച്ച് കഴുകണം. അതിനെന്താ പറയാ? സ്ക്രബിങ്. സ്ക്രബിംഗ് എന്ന് പറയും. സ്ക്രബ് ദ ക്ലോത്ത്സ് അല്ലെങ്കിൽ സ്ക്രബ് ദ പ്ലേറ്റ്സ്, അതിനും സ്ക്രബിംഗ് തന്നെയാണ് പറയാ. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നും കൂടെ കഴുകണം, അല്ലെങ്കിൽ സോപ്പൊക്കെ പോവാൻ. അതിനെന്താ പറയാ? റിൻസിങ്. റിൻസിങ് എന്ന് പറയും. റിൻസ് ദ ക്ലോത്ത്സ്, റിൻസ് ദ പ്ലേറ്റ്സ്. പ്ലേറ്റ്സ് കഴുകുന്ന കാര്യത്തിൽ നമുക്ക് റിൻസ് ചെയ്യാന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അത് പിഴിയണം അല്ലെ? അതിനെന്താ പറയാ? അത് എന്റെയും കൂടെ ഒരു ഡൗട്ടാണ്. യെസ്, അപ്പൊ ഇറ്റ്സ് എ ന്യൂ വേർഡ്. റിംഗിങ് എന്നാണ് പറയാ. RINGING അല്ല, WRINGING. റിംഗിങ് എന്നാണ് പറയാ. പിടിക്കുന്നതിന് നമ്മൾ റിംഗിങ് എന്ന് പറയും. അപ്പൊ റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉണക്കാൻ ഇടണം അല്ലെ തുണി. അതിന് ഡ്രൈ. വെരി സിമ്പിൾ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ മടക്കി വെക്കണം. അതിന് ഫോൾഡിങ്. ഫോൾഡിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തിരുമ്പുന്നതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇതിന് ഓരോ ടേംസ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഫൺ ആയിട്ട് ഒരു പേഴ്സണൽ ട്രെയിനർ സഹായത്തോടു കൂടെ നമ്മുടെ കോഴ്സിൽ ചേരുന്നതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. സോ ക്ലിക്ക് ഓൺ ദ ലിങ്ക് ബിലോ. എൻജോയ് ഇൻ ഇംഗ്ലീഷ് ഹൗസ്.